ഹലോ. അപ്പം നമ്മളങ്ങനെ ഇന്നലെ തേക്കടിയിൽ കളരിപ്പയറ്റും കഥകളിയൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ ഹോട്ടൽ റൂമിൽ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നു കേട്ടോ. രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാറിലെത്തി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാവും. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ കിട്ടി. ടിക്കറ്റ് കൗണ്ടറിലൊന്നും അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് നമ്മളൊരു ബസ്സിൽ കയറ്റി നമ്മളിതാ വരയാടിനെ കാണുന്ന ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. കണ്ണൻദേവൻ ടീ എസ്റ്റേറ്റ് ആണ് അവിടെ ഫുള്ള്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോയി ഇതാ വരയാടിനെ കാണുന്ന പോയിന്റിലെത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ നിറച്ച് ഈ വരയാടുകളുണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മളെപ്പോലെ കാണാൻ വന്നവരുടെ അടുത്ത് പോയി അത് തൊട്ടുരുവിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണോ എന്തോ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടോ വല്ലതും ആയിരിക്കും. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുന്നിലും മലയിലും അവിടെ ഇവിടെ എല്ലാം ആയിട്ട് വരയാടുകൾ നിന്ന് പുല്ല് തിന്നുന്നതും അങ്ങനെ നിറയെ ഇതിനെ കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണേ പോയത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറേ ദൂരം നടന്ന് കയറണം എന്നൊക്കെ. എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ കാണാൻ പറ്റി. ഫുൾ ഒരുപാട് വരയാടുകളെ കാണാൻ പറ്റും കേട്ടോ, ചെറുതും വലുതുമായിട്ടൊക്കെ. രാവിലെ ഇവിടെ എത്തിയതുകൊണ്ട് ആ ഒരു രാവിലത്തെ ഒരു ആംബിയൻസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വൈകിട്ടാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഇത് തിരിച്ച് മല കയറി പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് അത് ഒരുപാട് കാണാൻ പറ്റിയില്ല. പിന്നെ വരയാടുകൾ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല വെറൈറ്റി മരങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാണ്. തിരിച്ച് പോരാൻ നേരത്തെ ബസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റിലും ഒരുപാട് വരയാടുകൾ ഇതാ ആ പോയിന്റിലും ഇതിൻ്റെ ഗേറ്റിൻ്റെ പുറത്തും ഉണ്ടായിരുന്നു. എന്നിട്ട് ഗാർഡ്സ് വന്നതിനെല്ലാം ഓടിച്ചകത്തിട്ട് കയറ്റി വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോകുന്നത് പിന്നെ അടുത്തൊരു ടീ മ്യൂസിയം ഉണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ മൂന്നാറിൻ്റെ കുറേ ചരിത്രവും ആ ഒരു തേയില കൃഷി വന്ന എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കണ്ടു. പിന്നെ ഇത് കണ്ണൻദേവൻ്റെ റിപ്പിൾ ടീയുടെ ഫാക്ടറിയാണ്. അപ്പോൾ അവർ നമുക്ക് ഈ ഒരു തേയില പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഫാക്ടറിയിലെ കംപ്ലീറ്റ് പ്രോസസ്സൊക്കെ നമ്മളെ കാണിച്ചു തന്നു. തേയിലയുടെ ഇലനുള്ളി പിന്നെ അത് പൊടിച്ച് ഉണക്കി അത് തേയിലയായിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ് വരെ കംപ്ലീറ്റ് നമ്മൾ കണ്ടു കേട്ടോ. ഇപ്പം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ പല സൈസിലുള്ള ആ ഒരു തേയില കിട്ടുകയാണ്. ആ പൊടിയായിട്ടുള്ളതും പിന്നെ കുറച്ച് തരി കൂടുതലുള്ള തേയിലയൊക്കെ ഇല്ലേ, അങ്ങനെ തേയിലയുടെ പ്രൊഡക്ഷനൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇന്ന് കോട്ടയത്തേക്ക് പോരുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ചെറിയൊരു നല്ല ലൊക്കേഷനിൽ ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്.